നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങി റെസ്റ്റെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രയാണ്. മൂന്നാർ ടൗണിലേക്കുള്ള യാത്രയാണ്. നല്ല മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾ, നല്ല പൂത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളാണ് റോഡ് സൈഡിൽ നിറച്ച്. ഇത് ചിത്തിരപുരം വ്യൂ പോയിൻ്റാണ്. അടിപൊളി. നമുക്ക് കുറേ സ്ഥലങ്ങൾ, വന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം. മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. താഴത്ത് തേയിലത്തോട്ടങ്ങളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇപ്പം നല്ല തണുപ്പുള്ള സമയമാണ്. നല്ല അടിപൊളി കാറ്റുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അല്ല, വണ്ടികളൊക്കെ വരുന്നുണ്ടോ? അതിൽ പോകേണ്ടതാണ്. നമ്മൾ മൂന്നാറിലേക്കുള്ള യാത്രയാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോകണം. ഞാനിവിടെ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും വൈഫും എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് പോകണം. ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളിത് മൂന്നാറിലേക്കുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. നല്ല റോഡാണ്, തിരക്കൊന്നുമില്ല. സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ട്രാഫിക് ബ്ലോക്കൊന്നുമില്ല. നല്ല ബൊക്കെ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ചെടി, അടിപൊളി. നല്ലൊരു മരം, പൂമരം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് മൂന്നാർ ടൗണിൻ്റെ ഹൃദയം. ഇവിടെ ആൾക്കാർ ഈ കൊറോണയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാ ടൂറിസ്റ്റുകളും, ഈ ഹിന്ദിക്കാർ പ്രത്യേകിച്ച് മാസ്കൊന്നും വയ്ക്കുന്നില്ല. ഞാനതുകൊണ്ടാണ് ഈ ഹോട്ടൽ നമ്മൾ ഈ ടൗണിലെടുക്കാതെ ഇത്തിരി ഒരു 10 കിലോമീറ്റർ മാറി എടുത്തത്. അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഈ ടൗണിൽ ആ തിരക്കിൽ നിന്നൊന്ന് മാറാമെന്ന് വിചാരിച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്തത്. വഴിയിലധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ. വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. വണ്ടികൾ അധികം ഇല്ലാത്തത് കൊണ്ട് വളരെ സ്മൂത്തായിട്ടുള്ള യാത്രയാണ്. നല്ല അടിപൊളി കോടയാണ്. വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും കാണാൻ പറ്റുന്നില്ല. ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ല കോടയുടെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കോടമഞ്ഞിൻ പാട്ടൊക്കെയാണ് ഓർമ്മ വരുന്നത്. വണ്ടികളൊക്കെ നിർത്തി ചിലരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്കും എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഫോട്ടോ എടുക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഇരവിക്കുളം നാഷണൽ പാർക്കാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള വണ്ടി മൊത്തം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ട്രക്കിങ് ചെയ്യുകയാണ്. അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വണ്ടികളാണ്, ബസ്സുകളിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കൊള്ളാം. നല്ല മേഘങ്ങളൊക്കെ, നല്ല വ്യൂ ആണ്. അടിപൊളി. നല്ല വെയിലും ഉണ്ട് കേട്ടോ. താഴത്ത് കണ്ട കോടയൊന്നും മുകളിലില്ല. നമ്മളിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നടന്ന് കയറണം മുകളിലേക്ക് ഹിൽ സ്റ്റേഷനാണ്. അതിന് മുകളിലേക്ക് നമ്മൾ നടന്ന് കയറണം. ഇവിടുന്ന് ഐസ്ക്രീമൊക്കെ തിന്ന് അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളിവിടുന്ന് പയ്യെ മുകളിലേക്ക് നടക്കും. ഓക്കെ. ഇവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം. ഐസ്ക്രീമൊക്കെ കഴിക്കാൻ സ്ഥലമുണ്ട്. ഇത് നമ്മൾ വന്ന വണ്ടികളാണ്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ നീലഗിരി താർ എന്ന് പറയുന്ന ഒരു സംരക്ഷിത വർഗത്തിൽപ്പെട്ട ആടുകളാണ്. ഇതിനെ തൊടാൻ പാടില്ല. ഈ മലയുടെ മണ്ടയിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. എങ്ങോട്ടേക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റാൻ പറ്റില്ല. നമ്മൾ നടന്നു പോകണം. ശരിക്കും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ആൾക്കാർ താമസമുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഉള്ള വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടികളൊന്നും അങ്ങോട്ട് കടത്തിവിട്ടില്ല. അതിനെ പ്രത്യേക പാസ്സൊക്കെ എടുക്കണം. നല്ല അന്തരീക്ഷമാണ്. നല്ല ഇങ്ങനെ നമുക്ക് ടാറൊക്കെ ചെയ്തിട്ടുള്ള നല്ല സ്മൂത്ത് വഴിയാണ്. 2 സൈഡിൽ കല്ലൊക്കെ പിരിച്ച് ഇങ്ങനെ സൈഡിലൊക്കെ നമുക്ക് സംരക്ഷണ വേലികളൊക്കെ കെട്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ പോകാവുന്ന ഒരിതാണ്. നമുക്ക് കയറ്റമാണെന്നുള്ളത് അറിയില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരിക്കും ഒരു കയറ്റമാണ് എന്ന് നമുക്ക് തോന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇരിക്കുന്നത് കണ്ടോ, അതാണ് നീലഗിരി താർ. അവനിങ്ങനെ ക്വയറ്റായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇത് നീലക്കുറിഞ്ഞിയാണോ? അല്ല, ഇത് ഏതോ ഒരു കുറിഞ്ഞിയാണ്. ഇപ്പം നമ്മൾ വന്ന വഴികളൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെ പാടുപോലെ കാണുന്നതൊക്കെ നമ്മൾ വന്ന വഴികളാണ്. നമ്മൾ വന്ന ബസ്സിൻ്റെയൊക്കെ റൂട്ടാണത്. ഇതിൻ്റെ മുകളിൽ വളരെ വിശാലമായിട്ടുള്ള വ്യൂ ആണ്. എന്താ രസം. ഇത്ര നല്ല അഴകുള്ള മേഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ? ഇതാണ് എൻ്റെ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് റോഡുണ്ട്, പക്ഷെ നമ്മളെ കടത്തി വിടില്ല. എന്തായാലും ഞങ്ങൾ വളരെ നല്ല അനുഭവങ്ങളുമായിട്ട് നല്ലൊരു യാത്രയുടെ റിട്ടേൺ ഇവിടുന്ന് ആരംഭിക്കുകയാണ്.